ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ലേസി പ്രിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുറച്ച് കാര്യം നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അത് കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. അതെങ്ങനെ കളക്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചുമ്മാ ഇരിക്കുമ്പോൾ പല രീതിയിൽ ചിന്തിച്ച് കൂട്ടും. അപ്പം നമ്മൾ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമുക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈയുടെ റുട്ടീനൊക്കെ ഇങ്ങനെ മാറ്റി ഓരോരുത്തർ ഇപ്പോൾ ഒരു ടൈം ടേബിൾ തരും. 5 മണിക്ക് എണ്ണിക്കുക, 6 മണിക്ക്. ഞാനത് എല്ലാവർക്കും ഒരുപോലെയല്ല. ഇപ്പം ചിലർ പറയും ഫോൺ രാവിലെ എണ്ണിച്ച ഉടനെ നോക്കരുത്, സ്ക്രോൾ ചെയ്ത് നിൽക്കരുത്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോണില്ലാതെ ഇപ്പോഴത്തെ കാലത്ത് പറ്റത്തില്ല. അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റിയ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. കാരണം ഞാൻ ഫോൺ യൂസ് ചെയ്യും, പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങളല്ല ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ നിൽക്കുന്നവർക്കറിയാം, നമ്മൾ ഏതൊരു കാര്യം അപ്പോയിൻമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിനാണെങ്കിലും നമ്മളെല്ലാം ഫോൺ വഴി ഇമെയിൽ വഴിയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ടൈമിംഗ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ സ്ഥലത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കത്തില്ല. ഞാൻ ഫോൺ രാവിലെ എണ്ണീച്ച് ഞാൻ ആദ്യം ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വല്ല ഇമെയിൽ വന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പം മാക്സിമം നോക്കുന്നത്. എനിക്ക് അങ്ങനെ കുറേ എന്താ പറയുക, ഒരു ഡേറ്റ് കഴിഞ്ഞ് അതെനിക്ക് പണ്ട് തൊട്ട് ഉണ്ടെങ്കിലും ഞാൻ ഇപ്പം എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മെയിൽ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം, എനിക്ക് 1-2 ഇൻ്റർവ്യൂവും അതേണക്ക് തന്നെ എൻ്റെ കുറേ പ്രോഗ്രാംസ് ഞാൻ ശ്രദ്ധിക്കാതെ പോയി, അതിനെ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് പോയി നഷ്ടപ്പെട്ട കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കുറച്ചൊക്കെ എൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ ഇപ്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ ക്ലീനിങ് കുറച്ച് നന്നായി വൃത്തിയായിട്ടൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതുവരെ ഞാൻ അതിലൊന്നും മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. പിന്നെ ടൈം മാനേജ്മെൻറ്റ് കുറച്ച് എല്ലാവർക്കും കോമൺ ആയിട്ട് വെക്കും, പക്ഷെ ഒരുപോലെ ആയിരിക്കത്തില്ല, വേറെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇപ്പം പഠിക്കുന്നവർ ഇത്ര മണിക്കൂർ ഇത്ര പഠിച്ചു തീർക്കണം അങ്ങനെയൊന്നും പറയത്തില്ല. കാരണം അത് ഓരോരുത്തരുടെ ഇതാണ്. പക്ഷെ മാക്സിമം നമ്മൾ മടി മാറ്റുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. മടി ഞാൻ വെച്ചു എനിക്ക് മാത്രമാണ് എനിക്ക് മടി മാത്രമുള്ളത്. നോക്കുമ്പോൾ ഇല്ല, എന്നെക്കായി മടി ഉള്ളവരും ഉണ്ട്. എനിക്ക് ചില കാര്യത്തിലൊന്നും മടിയില്ല കേട്ടോ. ചിലവർ വിഷമം വന്നാലും അങ്ങനെ ഫുഡ് കഴിക്കത്തില്ല, പക്ഷെ എനിക്ക് അങ്ങനത്തെ മടിയൊന്നും ഇല്ല. ഞാൻ നല്ല ഫുഡൊക്കെ കഴിക്കും. ഓക്കെ, ഇന്ന് ഞാനിപ്പോൾ അടുത്തൊക്കെ പറയാനായിട്ട് വരുന്നത്, ഇപ്പം തെമൂന്ന് ഞാനിപ്പം 2ാമത്തെ തവണ മേടിക്കുന്ന ഒരു ബെഡ്ഷീറ്റാണ്. അപ്പം ബെഡ്ഷീറ്റ് എനിക്ക് തെമൂന്ന് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തെമൂന്ന് തന്നെ ബെഡ്ഷീറ്റ് മേടിച്ചത്. പിന്നെ എനിക്കൊരു ഉടുപ്പ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.